ഹലോ എവ്രി വൺ. പാചക സാമ്രാട്ട്, പാചകത്തിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് കയറിയ ഒരാൾ, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഫുഡ് ബ്രാൻഡായിട്ടുള്ള ഷെഫ് സുരേഷ് പിള്ളയാണ് എൻ്റെ കൂടെ ഉള്ളത്. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്. എനിക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു പിന്നെ ഷെഫിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം അല്ലേ? മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. അതെ, എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസ് കണ്ടപ്പോഴത്തേക്കും അതിലൊക്കെ പറയുന്ന ഓരോരുത്തർ കമൻറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഒരു ഇൻ്റർവ്യൂവിൽ അത് എടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യം, പായസം പോലൊരു മനുഷ്യനാണെന്ന് പറയുന്നു അല്ലേ, ലാലേട്ടനെ പോലെ ആൾക്കാർ ആഘോഷിക്കുന്ന മനുഷ്യനാണെന്ന് പറയുന്നു. ഈ ഒരു ജേണി ഞാൻ നോക്കുമ്പോഴത്തേക്കും സ്ട്രഗ്ലിംഗ് ആയിരുന്നു എന്ന് മനസ്സിലാകും, നൊമ്പരം ഉണ്ടാകും നമുക്ക് ആ കഥ കേൾക്കുമ്പോൾ. ആദ്യം ആ ഒരു വെയിറ്ററിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു ജേണി ഇന്നിപ്പോൾ ഷെഫിലെ ദ ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എത്തി നിൽക്കുമ്പോഴത്തേക്കും, ഇന്നിതാ പാലക്കാട് പുതിയൊരു ഷോറൂം തുടങ്ങുമ്പോഴത്തേക്കും എന്താ ശരിക്കും തോന്നണേ? വാട്ട് യു ഫീൽ? ശരിക്കും ഭയങ്കര ഒരു സന്തോഷം. നമുക്ക് ഇതിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമുക്ക് കാണുമ്പോൾ ഇപ്പോൾ ഈ ഒരു എൻ്റെ ഈ പറഞ്ഞ പോലുള്ള ഒരു അവസ്ഥയിൽ, ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന കറണ്ട്, നമ്മളെപ്പോഴും ഒരു കറണ്ടായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നാണല്ലോ ഭാവിയിൽ എന്തെങ്കിലും സംഭവിക്കാം. പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ നമുക്കറിയാം, അപ്പോൾ ഇനിയൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ ഓരോ ജേണിയും കഴിഞ്ഞെത്തുമ്പോൾ ഉണ്ടാകുന്ന ഓരോ സമയത്തും അതൊരു ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡായിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ സമയത്തെയും ഉയർച്ച കാണുമ്പം ഭയങ്കരമായ ഒരു മനസ്സിന് കിട്ടുന്നൊരു തൃപ്തിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കിട്ടിയ ബ്ലെസ്സിങ്സ് എന്ന നിലയിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഹാപ്പിയാണ്. അപ്പം ഈ കിട്ടുന്നതൊക്കെ ബോണസ് എന്ന നിലയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. എക്സ്ട്രാ ആണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അസസ് ചെയ്യണമെന്നാണ് പറയാം. അപ്പോൾ നമ്മുടെ ഒരു പേഴ്സണൽ കഴിവോ അല്ലെങ്കിൽ അവരുടെ ഇതൊക്കെ വെച്ചിട്ട് കിട്ടേണ്ട കുറേ അച്ചീവ്മെൻറ്റ്സ്, അല്ലെങ്കിൽ നമ്മുടെ കഴിവ് വെച്ചിട്ട് കിട്ടേണ്ട കുറേ സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നതൊക്കെ കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വാക്കണമെങ്കിൽ അപ്പോൾ ഒരു സീറോ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇതുവരെ കിട്ടിയതെല്ലാം എന്തോ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമുക്ക് കിട്ടിയത് കാരണം ഈ കിട്ടിയതിലൊക്കെ നമുക്ക് തൃപ്തി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കംപ്ലൈൻറ്റ് ഇല്ലാതെ നമുക്ക് ജീവിക്കുമ്പം, അല്ലെങ്കിൽ നമുക്ക് എന്തിനോടും പരിഭവം ഇല്ല, അല്ലെങ്കിൽ ഈ കിട്ടിയതിൽ ഇത് കുറവായിപ്പോയി, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു ഫീലിൽ ഇതുവരെ എത്തിയിട്ടില്ല. ആ ഒരു ഗ്രീഡിനെസ്സിലോട്ട് എത്തുമ്പോഴാണ് നമുക്ക് ടെൻഷൻ, ഡിപ്രഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് ചെയ്യുമ്പോൾ അത് നേടാത്തതിലുള്ള. അപ്പോൾ ഞാൻ ഈ നേടിയതൊക്കെ എനിക്ക് നേടാൻ ആഗ്രഹങ്ങളുണ്ടെങ്കിലും അതിന് എത്താൻ പറ്റുക എന്നുള്ളത് എനിക്ക് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ ഈ കിട്ടിയതെന്ന് പറയുമ്പോൾ ഒരു ഫീലാണ്. ആ ഒരു ഫീലിൽ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. അതുകൊണ്ട് കുറേ കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് കുറേ ഡിസിഷനൊക്കെ പിന്നെയും ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് എല്ലായിടത്തും പറയാനുള്ള ഇതാണ്, നമുക്ക് കിട്ടുന്ന ഒരു കാര്യങ്ങളിൽ നമ്മൾ തൃപ്തിയായാൽ, നമ്മൾ സാറ്റിസ്ഫൈ ആയാൽ, നിങ്ങൾക്ക് പിന്നീട് ചെയ്യാൻ പറ്റുന്ന ഡിസിഷൻ മോർ ആക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ടെൻഷനിൽ, അയ്യോ ഞാനത് ചെയ്തു, ട്രൈ ചെയ്തു, ഒരുപാട് എഫർട്ട് ഇട്ടു, കിട്ടിയില്ല, അപ്പോൾ അടുത്തതിന് നമ്മൾ കൺഫ്യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക, ഇത് വിജയിക്കുമോ, അങ്ങനെയൊക്കെയുള്ള പല ചിന്തകൾ നമ്മുടെ മുമ്പിൽ വരും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്ത് ഡിസിഷനും എനിക്ക് ഹാപ്പിയാണ്. അതിനകത്ത് ഇനി ചെയ്യുന്ന ഡിസിഷൻസിൽ, ഇപ്പോൾ ബിസിനസ്സിലായിക്കോട്ടെ, ഇപ്പോൾ എന്തിലായിക്കോട്ടെ, നമ്മൾ എടുക്കുന്ന ചില ഡിസിഷനൊക്കെ തെറ്റിയേക്കാം. അപ്പോൾ ആ തെറ്റ് വന്നാലും അത് നമ്മളെ മാനസികമായിട്ട് ഉലയ്ക്കുന്നില്ല. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തുമ്പം കുറച്ചുകൂടെ നല്ലതായിട്ട് നിൽക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഷെഫിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഒന്നാമത്തേത് ഷെഫിന്റെ ചിരിയ. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ കുറെ പേര് തന്നിട്ടുള്ള ഒരു ടാഗ് ഉണ്ടല്ലോ, നമ്മുടെ ബേസിൽ ജോസഫിന്റെ ചിരി പോലെയാണ് ഷെഫിന്റെ ചിരി എന്നുള്ളത്. കോളിംഗ് ബെല്ല് പോലെയുള്ള ചിരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയും കേട്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, വേറൊരു കാര്യം, പിന്നെ ഇത്രയും ആളുകളാണ് നമ്മളിവിടെ വന്നപ്പോൾ പോലും ഷെഫിന്റെ ചുറ്റുമുള്ള മനുഷ്യരുണ്ടല്ലോ, എന്ത് രസമല്ലേ അവരുടെ ഒപ്പമായിരിക്കാനുള്ളൊരു കഴിവ് അതുമുണ്ട്. ഒരു പീപ്പിൾ പ്ലീസിങ് എന്ന് ഞാൻ പറയത്തില്ല, നമ്മൾ മനുഷ്യരെ കൂട്ടിച്ചേർത്ത് നമ്മുടെ ജേണിയിൽ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു ഷെഫിനെ തുടക്കം തൊട്ട് ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയം വരെ എനിക്ക് കാണാൻ പറ്റും. കാരണം ഓരോ ബ്ലോഗ്സിലാണെങ്കിലും ഓരോരുത്തരെ കൂട്ടിച്ചേർത്ത് ആ ജേണിയിൽ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്നതാണെങ്കിലും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ വർക്ക് ചെയ്ത ആൾക്ക് ജോലി കൊടുത്തതാണെങ്കിലും ഒക്കെ മനുഷ്യരെ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ്. അത് പിന്നെ ഷെഫ് അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും, എന്നെ ആരെങ്കിലും കൂട്ടിച്ചേർത്തിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ജേണി ഉണ്ടോ? അത് എപ്പോഴും ഉണ്ടാവില്ല. നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ, ഇപ്പോൾ ഈ റാഗിങ് ഒക്കെ കോളേജിൽ കേട്ടിട്ടില്ലേ, അത് റാഗ് ചെയ്യപ്പെട്ടവരാണ് കൂടുതൽ റാഗ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടാത്ത, മിസ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഈ ജേണിയിൽ എനിക്ക് കിട്ടാത്ത പല കാര്യങ്ങളും
ഞാൻ വേറെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളാണ് ഇതൊക്കെ. ഈ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും ഹാപ്പി എന്ന് പറഞ്ഞ പോലെ ഈ ഓരോ സ്ഥലത്ത് വരുമ്പോൾ ഇപ്പോൾ എനിക്ക് ഈ ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് പല സ്ഥലങ്ങളിലും പല റെസ്റ്റോറൻറ്റ്സും അവിടെയൊക്കെ മിനിമം ഒരു 50 മുതൽ 100 പേരൊക്കെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അവർക്ക് ഭയങ്കര നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് കൂടുതൽ പണ്ടത്തെ പോലെ ഇടപഴകാനുള്ള സമയങ്ങൾ കുറവാണ്. പക്ഷെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്നേഹം, അവരുമായിട്ട് അവരുടെ എല്ലാവരും തോളെ കൈയിടുമ്പോൾ അവരെന്തോ വേറെ നമ്മൾ നോർമലാണ്. എനിക്ക് അതൊരു എൻ്റെ കൂടെയുള്ള അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ആ ഒരു ഇത് മനസ്സിലില്ലല്ലോ. അപ്പോൾ അവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു സന്തോഷം ആണ് എൻ്റെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഇനി ഒരെണ്ണോടെ ചെയ്യാം. അപ്പോൾ ഇത് ചെയ്താൽ ഇതേ വീണ്ടും ഒരു 100 പേർക്ക് ജോലിയാണ് അവിടെ ഡയറക്റ്റ്ലി തന്നെ. അപ്പോൾ അത് കൂടെ ഈ നമ്മളൊരു സാമൂഹ്യ ജീവൻ എന്ന നിലയിൽ മനുഷ്യൻ നമുക്കറിയാം നമ്മളൊരു സോഷ്യൽ ആനിമൽസാണ്. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ വന്നാൽ ആരെങ്കിലുമൊക്കെ സഹായിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഇതൊരു ചെയിൻ ഓഫ് ആയിട്ട് ഇങ്ങനെ സംഭവിക്കുന്ന കാര്യം. അങ്ങനെ ചെയ്യുമ്പം ഈ പറഞ്ഞ മോർ ഹാപ്പിനെസ്സിലോട്ട് നമ്മളെത്തും. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഈവൻ സിമ്പിൾ ഒരു സ്മൈലിലൂടെ നിങ്ങൾക്ക് ഹാപ്പി ആക്കാൻ പറ്റും. ഏറ്റവും ബേസിക്കായിട്ട് നിങ്ങൾ വലിയ പണം കൊടുക്കുകയോ അല്ലെങ്കിൽ വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ ഒരു മനുഷ്യനോട് അവരേത് അവസ്ഥയിലാണെന്നൊക്കെ ഉള്ളത് നമുക്കിപ്പം ഒത്തിരി ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ കണ്ട് ഇടപഴകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഓരോ മനുഷ്യർക്കും ഓരോരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങളെ ഒരു സിമ്പിൾ സ്മൈൽ കൊണ്ട് അവരുടെ ഒരു നിമിഷത്തെ ഹാപ്പിനെസ്സിന് നമുക്ക് പങ്കാളിയാകാൻ പറ്റിയാൽ തന്നെ ഏറ്റവും ബെയർ മിനിമത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യം. അപ്പോൾ അത് ഞാനിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഹാപ്പിനെസ് ഉണ്ട്. അപ്പം ഈ എൻ്റെ ഒരു ജേണിക്കകത്ത് പലപ്പോഴും നമ്മൾ സ്വയം പൊരുതിയൊക്കെയാണ് ഇവിടം വരെയൊക്കെ എത്തിയത്. അപ്പോൾ ഇതിനകത്ത് റിജക്ഷൻസ് ഉണ്ട്, നമ്മളെ അവഹേളിക്കുന്ന സമയങ്ങളുണ്ട്, അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ടല്ലോ. അതൊക്കെ സ്വാഭാവികമാണ്. അപ്പം അതെനിക്കറിയാം എൻ്റെ വീക്ക്നെസ് ആയിരുന്നു. അത് ഒരു അക്കാഡമിക്കലി അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷണൽ മികവ് നേടാതെ പരിശീലനത്തിൽ കൂടെ അല്ലെങ്കിൽ അങ്ങനെ കുറേ സമയമെടുത്തു, അല്ലെങ്കിൽ ഒരു ഡിഗ്രിയൊക്കെ എടുത്ത് വേഗത്തിലാണെങ്കിൽ ചിലപ്പോൾ ഒരു 5 വർഷം കൊണ്ട് നേടാവുന്ന ചിലപ്പോൾ നമ്മൾ 10 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം നമ്മൾ മറ്റുള്ളവർക്ക് നമുക്ക് വന്ന ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർക്ക് വരാണ്ട് എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഈസി ആക്കി കൊടുക്കാൻ പറ്റും. ആക്ച്വലി ആരെങ്കിലുമൊക്കെ വിചാരിച്ചാൽ എപ്പോഴും വിചാരിച്ചാൽ പറ്റും. ഏതൊരു ലെവലിലുള്ള ആൾക്കാർ, അതൊരു മൾട്ടി മില്യണർ ആവണമെന്നില്ല. നിങ്ങളുടെ തൊട്ട് താഴെന്ന് ഉദ്ദേശിക്കുന്ന സാമ്പത്തികമായിട്ടൊന്നല്ല. നിങ്ങൾക്ക് ഒരാളെ നിങ്ങളുടെ ഒരു അജണ്ടയില്ലാതെ സഹായിക്കാൻ പറ്റും പല കാര്യങ്ങളിലും. അത് ജോലി കൊടുക്കണമെന്നോ അല്ലെങ്കിൽ പൈസ കൊടുക്കണമെന്നോ ഭക്ഷണം വാങ്ങി കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഈവൻ ഫ്രണ്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ ജസ്റ്റ് ഒരു ഡോറ് തുറന്നു കൊടുക്കുന്നത് പോലും അല്ലെങ്കിൽ ഒരു വഴി മാറി കൊടുക്കുന്നത് പോലും നമുക്കൊരാളോട് ചെയ്യാവുന്ന സഹായങ്ങളാണ്. അങ്ങനെയൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതെ, ഏറ്റവും എല്ലാം ഒരു ബെയർ മിനിമത്തിൽ ചെയ്ത് ഗ്രൗണ്ട് റിയാലിറ്റിയിലോട്ട് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ റൈറ്റ് ആക്കിയാൽ നമുക്ക് ഒരുപാട് വലിയ ഇൻസൈറ്റ് ആണ് അതിലൂടെ നിന്ന് കിട്ടും. ഷെഫ് പറഞ്ഞു ഒരുപാട് റിജക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, അത്ര ഈസി ആയിരുന്നില്ല ഷെഫിന്റെ വേ എന്നുള്ളത്. ആ കഥ ഞാൻ കേട്ടപ്പോൾ ഒരു സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ട് അല്ലേ? ഒരുപാട് പേര് സിനിമയ്ക്ക് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒത്തിരി അതിൻ്റെ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി നമുക്ക് സുഹൃത്തുക്കളായിട്ടുള്ളവരും അല്ലാതുള്ളവരൊക്കെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ ആയേക്കാം. അവരൊക്കെ പറയുന്നത് പലർക്കും ഇൻസ്പയർ ചെയ്യും. അപ്പോൾ നമുക്കത് അറിയില്ല. നമ്മൾ ഈ അടുത്ത സമയത്താണ് നമ്മളുടെ കഥകളൊക്കെ ഷെഫ് പിള്ള ആയതിനു ശേഷം എപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നെക്കാളും കഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ കഥ ആൾക്ക് മനസ്സിലാവാത്തത് അവരൊരു സക്സസ്സിലേക്ക് എത്തുമ്പോഴാണ്. അല്ലാതുള്ള ഇപ്പം ഞാൻ ഈ കഥ ഒരു സക്സസ് അല്ലാതെ, സക്സസ് എന്ന് ഉദ്ദേശിക്കുന്ന അറിയപ്പെടുന്നതിന് മുമ്പാണ് ഈ പറഞ്ഞെങ്കിൽ അത് നോർമൽ കാര്യമാണ്. ഷെഫ് പിള്ളയുടെ കഥകൾക്ക് താല്പര്യം വന്നത് അയാൾ ഈ സ്ട്രഗിൾ ചെയ്തിട്ട് അയാൾ എന്തെങ്കിലും നേടിയിട്ട് പറഞ്ഞാൽ അത് ആളുകൾക്ക് ഓക്കെയാണ്. അല്ലെങ്കിൽ എന്നെ പോലെ ഇതിലും കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, കഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, ഒന്നും എത്താത്തവരുണ്ട്, നല്ലപോലെ എത്തിയവരുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഓരോരുത്തരുടെ സ്റ്റോറിയും ഇൻസ്പയറിംഗ് ആണ്. ആ സ്റ്റോറിയുടെ ഇൻസ്പയറിംഗിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ കഥകളൊക്കെ കേട്ടവരൊക്കെ പലരും ഈ സിനിമയാക്കണം, പുസ്തകമാക്കണം, പുസ്തകമൊന്നും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ പറയുന്നു. രുചി നിർവ്വാണ പുസ്തകത്തിന്റെ പേര്. സിനിമയ്ക്കാണെങ്കിൽ ഒരു ടൈറ്റിൽ എന്തായിരിക്കും? ഞാനത് അതിന്റെ ക്രിയേറ്റർക്ക് വിട്ടുകൊടുക്കുകയാണ്. എൻ്റെ അടുത്ത് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരാൾ. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് സ്റ്റോറിയൊക്കെ കുറേ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുറച്ചുകൂടെ എങ്ങും പറയാത്ത കുറേ കഥകളുണ്ടല്ലോ. അപ്പോൾ അവർ എന്നെ റിസർച്ച് ചെയ്തിട്ടൊക്കെ വന്നിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പം നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങളൊക്കെ അവർ പറയുന്നത്, അറിയാമെന്ന് വെച്ചാൽ നമ്മൾ പോലും ഓർക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എനിക്കത് ഓർമ്മ വരുമ്പോൾ കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്തിട്ട് അയാൾക്കൊരു ഫുൾ ഒരു സിനിമാറ്റിക് വിഷ്വലിൽ ചെയ്യാൻ പറ്റുന്ന കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. അവർ ചെയ്യട്ടെ. അല്ലാതെയും നമ്മൾ കേൾക്കുമ്പോൾ ഒരു സിനിമാറ്റിക് വിഷൻ ഉണ്ട്, ഇനിയിപ്പോൾ എക്സ്ട്രാ ഒരു സിനിമാറ്റിക് വിഷൻ കൂടെ. അതാണ് പുള്ളി പറഞ്ഞത്, ഒരു സിനിമയിൽ തീർക്കാൻ പറ്റാത്തത്ര സ്റ്റോറി ഉണ്ടെന്നാണ്. അപ്പോൾ അവർക്കത്
എല്ലാം ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഒരു മിനിമം ഒരു സിനിമ 2.5 മണിക്കൂർ, ഇതൊരു ആ 2.5 മണിക്കൂറിൽ ആളുകൾ പ്രേക്ഷകർക്ക് തീർക്കേണ്ട രീതിയിലാണല്ലോ ഏത് കഥയും പറയേണ്ടത്. അപ്പോൾ എൻ്റെ കുറേ സംഭവ വികാസം ഇപ്പോൾ തുടക്കം മുതൽ പറഞ്ഞിട്ട് അവസാനം വരെ എത്തണം. ഈ മിഡ് സ്റ്റോറീസ് എന്നൊക്കെ പറയുന്നത് വിഷ്ണറി വിഷ്വലൈസ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല, ചില്ലറ കാര്യമല്ല. ഇത് ശരിക്കും ആരെങ്കിലും അഭിനയിക്കണം, ഇന്ന ആൾ എൻ്റെ റോൾ ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട് ഷെഫിന്? എനിക്കത് ഉണ്ടായിരുന്നു. അപ്പോൾ 1-2 പേര്, ഞാനിപ്പോൾ അത് പുറത്ത് പറയുന്നില്ല, അതും സീക്രട്ട് ആണ്. കാരണം അവരൊരിപ്പോൾ ഒരു ടീം അതിൻ്റെ ഡിസ്കഷനിലാണ്. അപ്പോൾ പുള്ളി 1-2 ചോയ്സ് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് കേട്ടപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. അവരെ ആർക്ക് 2-3 പേരുടെ പേര് പറഞ്ഞു. അപ്പോൾ അതിപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് ശരിയാവില്ല. ഞാനൊരു മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാണ്. ഇപ്പോൾ നമ്മുടെ ഫുഡാണല്ലോ നമ്മുടെ മെയിൻ ഐറ്റം. ഫുഡും മ്യൂസിക്കും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. കാരണം ഇത് രണ്ടും ക്രിയേറ്റർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവർ മ്യൂസിക് ഉണ്ടാക്കുന്ന അവർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജോലി അല്ലേ. നമ്മൾ പാചകം ചെയ്യുന്നത് നമുക്ക് കഴിക്കാൻ വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷെഫും മ്യൂസിക്കുമായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട്. ആ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് കാണുമ്പോഴത്തേക്കും നമുക്കത് കിട്ടുന്നുണ്ട്. എൻ്റെ ഇഷ്ടമുള്ള മ്യൂസിക്കിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇഷ്ടമുള്ള മ്യൂസിക് ജോണറെ കുറിച്ച് പറയുമ്പോഴത്തേക്കും, ഇഷ്ടമുള്ള പാട്ടുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് പറയാനുള്ളത്? ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. നമുക്ക് ഒരു സംഗീതം എന്ന് പറഞ്ഞത് എനിക്ക് നല്ല ഒരു ഭൂരിപക്ഷം ആളുകളെയും ഏറ്റവും കൂടുതൽ റിലാക്സ് ആക്കുന്ന, നമ്മൾ സിനിമ കാണാം, പുസ്തകം വായിക്കാം, അല്ലെ സ്പോർട്സിൽ പോകാം, ജിമ്മിൽ പോകാം, ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മളെ ഹാപ്പി ആക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആളുകളെ റിലാക്സ് ആക്കുന്ന നല്ല നല്ല പാട്ടുകളായിരിക്കും. അത് ഏത് ജോണറിലുള്ളതായാലും ഓരോരുത്തരുടെ മൂഡ് അനുസരിച്ചിട്ട് നമുക്ക് ഒരു പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു അനുഭൂതി ഉണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ ഏറെ ആസ്വദിക്കുന്നതാണ്. എൻ്റെ ഏറ്റവും വലിയ ഒരു വീക്ക്നെസ്സാണ്. ചില സമയങ്ങളിലൊക്കെ ഞാൻ ഈ ഭയങ്കര ബിസിയാണ്, ലേറ്റ് നൈറ്റ് രാവിലെ ഇറങ്ങി മീറ്റിങ്സും പലയിടത്തും പോകും, ട്രാവലും ഭക്ഷണമൊക്കെ കിടക്കില്ല. എന്നിട്ട് വന്ന് ഒരു 1 മണി 2 മണിയൊക്കെ കിടക്കുമ്പോൾ ചില സമയത്ത് പാട്ട് വെച്ച് കേൾക്കും. പക്ഷെ ആ പാട്ട് വെച്ച് കേട്ടാൽ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോണ്ടിരിക്കും. വെളുപ്പിനെ 5 മണി വരെയൊക്കെ ഉറങ്ങാതിരുന്ന് ചുമ്മാ ഇങ്ങനെ പാട്ട് കേൾക്കും. അപ്പം അത് ശരിക്കും ഒരു എന്നെ പോലെ ഒരാൾക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരാളാണ്. അറ്റ്ലീസ്റ്റ് കിട്ടുന്ന സമയത്ത് കിടന്ന് ഉറങ്ങണം. അപ്പോൾ ആ ഉറക്കം മിസ് ചെയ്തിട്ടും പാട്ട് കേൾക്കുന്നത്. അതുകൊണ്ട് ചില സമയങ്ങളിൽ ഇപ്പോൾ ഞാൻ പാട്ട് കേൾക്കാറില്ല. കേട്ടാൽ അതിൻ്റെ അഡിക്റ്റായിട്ട് അടുത്തടുത്ത പാട്ട്. പിന്നെ ഇപ്പം ഏതെങ്കിലുമൊക്കെ സമയത്ത് എനിക്ക് പഴയ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, വേറെ പ്രോഗ്രാമിൽ നിന്ന് കിടന്നിട്ട് ഇങ്ങനെ ഹെഡ്ഫോണിലിട്ട് പാട്ടുകൾ. പക്ഷെ പാട്ടുകൾ കേട്ടത് തന്നെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് വായിക്കാനൊന്നും പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഒരുപാട് പഠിക്കാൻ പറ്റാത്ത ഒരാളാണ്. ഒത്തിരി പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടുള്ള അറിവൊന്നുമില്ല. എനിക്ക് സംസാരിക്കാനൊക്കെ പറ്റിയത് പിന്നീട് മനസ്സിലായത് ഈ പാട്ടിലെ ലിറിക്സ് ഒക്കെ ശ്രദ്ധിക്കുകയും, അല്ല മലയാള പഴയകാല പാട്ടുകളും എനിക്കെല്ലാം ഇഷ്ടമാണ്. അപ്പോൾ വരികളൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈം കേൾക്കുമ്പം ആ പദപ്രയോഗങ്ങളൊക്കെ, അതിൻ്റെ ആശയങ്ങളൊക്കെ, അന്നത്തെ കവികളൊക്കെ എഴുതിയതിനെ കുറിച്ച് അന്തർധാര, അതെനിക്ക് ഭയങ്കര സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോഴും പാട്ട് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അതെ, നമ്മൾ സംഭാഷണം തുടങ്ങിയപ്പോഴത്തേക്കാണ് ഒരാള് കേറിയപ്പോൾ കേട്ടത്. അതിനുശേഷം പഴന്തമിഴ് പാട്ടിലേക്ക് പോയി. ഞാനത് സൂര്യാംശു എൻ്റെ ഒരു ഫേവറേറ്റ് പക്ഷയിലെ ആ പാട്ട്, സൂര്യാംശു ഒരു വയൽപ്പൂവിലും, അത് എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. അതിവിടെ വന്നപ്പോൾ അതായിരുന്നു കേട്ടത്. ശരിക്കും ഒരു ആസ്വാദകനാകുക എന്ന് പറഞ്ഞാല് അല്ലെ, ഏറ്റവും നല്ല മനുഷ്യൻ ഒരു നല്ല ആസ്വാദകനായിരിക്കണം. തീർച്ചയായിട്ടും അത് നല്ലൊരു, നമ്മളെ എന്തിനേയും ഒരു കണ്ണടച്ച് അത് കൂടുതൽ പാട്ടിനെ കുറിച്ച് മനസ്സിലാവുമ്പോഴാണല്ലോ നമുക്കത് മനസ്സിലാവും. നമുക്കിതിനൊരു കഴിവില്ല, അല്ല ഇങ്ങനൊരു ചിന്ത ഓരോ വരികളിലെ അത് പിന്നീട് പലതവണ കേൾക്കുമ്പോഴായിരിക്കും ആ കവി ഉദ്ദേശിച്ച് ഇത്രയും ഭയങ്കര രസകരമായിട്ട് നമ്മൾ ആ പാട്ടിൻ്റെ ഈണത്തിലോ താളത്തിലോ മാത്രം ലയിക്കുകയാണ്. വരികളുടെയും കൂടെ അർത്ഥം, അല്ലെങ്കിൽ ആ സിനിമയുടെ സിറ്റുവേഷനോടൊക്കെ വെച്ചിട്ട് ചില സിനിമകളെ കവിതകളൊക്കെ വേറെ ലെവലാണ്. സിനിമ പാട്ടിൽ തന്നെ ചില അർത്ഥങ്ങളൊക്കെ നമ്മൾ മനസ്സിലാവുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഒരു ആസ്വാദന തലത്തിലെത്തുമ്പോഴാണ് കൂടുതൽ നമ്മൾ അതിനകത്തൊരു വേറൊരു നിർവ്വാണത്തിലും. ശരിക്കും നിർവ്വാണ എന്നുള്ളത് ശരിക്കും ഒരുപാട് പേര് ഇപ്പൊ നമ്മള് വിഷ് ലിസ്റ്റ് ഒക്കെ എഴുതുമല്ലോ, ആഗ്രഹങ്ങൾ, മരിക്കുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഷെഫ് പിള്ളയുടെ നിർവ്വാണ രുചിക്കുക അല്ലെ, ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ എഴുതി വെച്ചിരിക്കുന്നത്. ശരിക്കും പിന്നെ പണ്ട് മനുഷ്യര് എനിക്ക് തോന്നുന്നു വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ വിശപ്പ് അകറ്റാൻ ഭക്ഷണം കഴിക്കുന്നു. ഇന്ന് ഓരോ ആഗ്രഹങ്ങളുടെ പുറത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ശരിക്കും പിന്നെ ഇത് ചോദിക്കാമെന്ന് അറിയില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. ഷെഫ് പിള്ള റെസ്റ്റോറൻറ്റ്സിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്ക് വിശക്കുന്ന ഒരാൾ വന്ന് ഭക്ഷണം കഴിക്കുന്നതും, അതോ ആഗ്രഹിച്ച് ഷെഫ് പിള്ളയുടെ ഭക്ഷണം രുചിക്കണം അങ്ങനെയാണോ വന്ന് ഭക്ഷണം കഴിക്കുന്നത്? എങ്ങനെയാണ് കസ്റ്റമേഴ്സിന്റെ കാര്യം? തീർച്ചയായിട്ടും ഇപ്പോൾ ആ ഒരു ചോദ്യത്തിന് അങ്ങനെ ഒരു വിഷ് ലിസ്റ്റിലൂടെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം
അവർ ചിലപ്പോൾ എന്നെ സോഷ്യൽ മീഡിയ കണ്ടതും അല്ല എൻ്റെ ഏതെങ്കിലും പ്രോഗ്രാം കണ്ടതോ ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെ അറിഞ്ഞിട്ട് അല്ല എൻ്റെ കഥകൾ വായിച്ചിട്ട് ഇൻസ്പയർ ആയിട്ട് എങ്കിൽ അങ്ങേരുടെ ഭക്ഷണം ഒന്ന് കഴിച്ചേ പറ്റൂ എന്ന തീവ്രമായിട്ട് ആഗ്രഹത്തിൽ വരുന്ന ആൾക്കാരെയൊക്കെ എനിക്കറിയാം. ഒത്തിരി പേര് ഇങ്ങനെ UK നിന്നും പ്രത്യേകിച്ച് NRIs US-ലും NRIs ആയിട്ടുള്ള ഫാമിലീസൊക്കെ പറയും ഷെഫ് ഞങ്ങൾ അടുത്ത വർഷം വരുമ്പോൾ എന്തായാലും വരും വന്നേ പറ്റൂ അങ്ങനെയൊക്കെ പറഞ്ഞ് വരുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ ആ ആഗ്രഹത്തിലുണ്ട്. പിന്നെ അല്ലാതെ തീർച്ചയായിട്ടും വിശക്കുമ്പോൾ കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രാഥമികമായ ഒരു കാര്യമാണ്. മനുഷ്യന് ആഹാരം കഴിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അതില്ലാണ്ട് പറ്റില്ല. അപ്പോൾ ആ രണ്ട് രീതിയിലുണ്ട് ഇപ്പോൾ. പക്ഷേ എൻ്റെ ഒരു ഇപ്പോഴുള്ള ഈ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ളതും സോഷ്യൽ മീഡിയ വഴി ആളുകൾക്ക് അറിയുന്നത് കൊണ്ട് എന്തോ ഒരു ഭയങ്കര എക്സ്പെക്റ്റേഷൻ വരും. ഞാൻ അവരുടെ അടുത്തൊക്കെ പറയും നമ്മൾ സാധാരണ ഒരു ഭക്ഷണം തന്നെയാണ് ഇത്രയേ ഉള്ളൂ, അല്ലാതെ ഭക്ഷണത്തിനകത്ത് ഒരുപാട് മാജിക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻഡ് ഓഫ് ദി ഡേ എല്ലാവരും നമുക്ക് ഇവിടെയൊക്കെ അവൈലബിൾ ആയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ അത് ചെയ്യുന്നത് മാത്രമാണ്. അപ്പോൾ ആളുകൾ ആ ഒരു സ്നേഹം കൂടെ ഇതിനകത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതാണ് ഇതിൻ്റെ ഒരു വിജയം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വേറൊരു കോമൺ ഫാക്ടർ എനിക്കും ഷെഫിലും ഞാൻ തന്നെ കണ്ടെത്തിയത്, കുറേ ഇന്റർവ്യൂസ് കണ്ടതിൻ്റെ ഒരു പേരിൽ കണ്ടെത്തിയത് ചെമ്മീൻ തീയലിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ തീയൽ. അതുപോലെ സീ ഫുഡിനോട് പ്രത്യേക ഇഷ്ടമുണ്ട്. അത് ആലപ്പുഴയാണ്ടല്ലേ, ആലപ്പുഴ കൊല്ലമാണ്, അതുകൊണ്ടുള്ള ഇഷ്ടമാണ്. അപ്പോൾ ഷെഫ് ആ പറയുന്ന രീതി ഉണ്ടല്ലോ, ഭക്ഷണം പാകം ചെയ്യുന്ന രീതിയും ചിലർ പാകം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട് തോന്നും അല്ലെ. അവരിങ്ങനെ മുളക് കീറുന്നതും കടുക് പൊട്ടിക്കുന്നതും ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്. ശരിക്കും കാണാൻ ഭയങ്കര രസമാണ് കുക്കിംഗ് പ്രോസസ്സ്. അത് പറയുക എന്നുള്ളത് അതിനേക്കാൾ നല്ല രസമാണ്. ശരിക്കും ഈ സോഷ്യൽ മീഡിയയിലേക്ക് വന്നപ്പോഴത്തേക്കും അത് മാക്സിമം നമ്മൾ യൂസ് ചെയ്യാനും നോക്കി അല്ലേ. ഷെഫ് പിള്ള റെസ്റ്റോറൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ബീങ് ഷെഫ് സുരേഷ് പിള്ള എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റ ഹാൻഡിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതാണ് എനിക്ക് തോന്നുന്നു ഭക്ഷണം അത്രയ്ക്കൊരു സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു സംഗതി കൂടിയായി മാറിയത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ടുകൂടിയാണ്. ശരിക്കും അത് ഞാനത് ബോധപൂർവം ചെയ്തല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രവൃത്തിയാണ് കുക്കിംഗ് എന്ന് പറയുന്നത്. അതെൻ്റെ ഒരു തൊഴിലാണ്. എൻ്റെ ചെറുപ്പം മുതലേ അതിനകത്ത് വന്ന ഒരാൾ. അപ്പോൾ അത് ഏറ്റവും ആസ്വദിച്ച് ചെയ്യുന്ന നിലയിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ്, ഭയങ്കര പാഷനേറ്റ് അഭിനിവേശത്തോടു കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ അത് ചെയ്തത് ബോധപൂർവമല്ല, നമ്മളങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അത് ചെയ്തത് എന്നാണോ ഇത് വിഷ്വലൈസ് ചെയ്ത ആളുകളിലേക്ക് എത്തപ്പെട്ടത്, അപ്പോൾ അവർക്കത് കാണുമ്പോൾ എൻ്റെ അടുത്ത് പല ആൾക്കാരും പറയും ഷെഫ് കഴിക്കുന്ന പോലും ഭയങ്കര രസമാണ്, നമ്മളത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടല്ലോ ഭക്ഷണം. അതുപോലെ കുക്ക് ചെയ്യുന്ന രീതിയായാലും. അപ്പോൾ അത് ഇനിയിപ്പോൾ അതൊരു റെസിപ്പിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ഞാനപ്പോൾ ആലോചിക്കും വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ മലയാളത്തിൽ അതെങ്ങനെ കുറച്ചുകൂടെ ആളുകൾക്ക് ലളിതമായിട്ട് അല്ലെ അവർക്ക് ഉണ്ടാക്കാൻ ഒരു പ്രേരിപ്പിക്കുന്ന രീതിയിൽ പറയുക എന്നുള്ളതാണ്. അത് ഞാൻ കുറച്ച് ഇപ്പോൾ വീഡിയോ ഒക്കെ ഇങ്ങനെ കുറച്ചുകൂടെ വൈറലൊക്കെ ആയപ്പം അതിന് വേണ്ടിയിട്ട് ഒരു എഫർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ആലോചിക്കും ഇതിങ്ങനെ പറഞ്ഞാൽ ആളുകൾക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന രീതിയിൽ. അത് മാത്രമാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബൈ ഡിഫോൾട്ടായിട്ട് നമ്മുടെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഈ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം വോയിസ് ഓവർ ചെയ്തപ്പം ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള റെസിപ്പിയൊക്കെ 1 മിനിറ്റിൽ സിമ്പിളായിട്ട് പറഞ്ഞ് തീർത്തു. അപ്പോൾ അവരത് കേട്ടിട്ട് മൾട്ടിപ്പിൾ ടൈം കേൾക്കുമായിരിക്കും. പക്ഷെ അവർക്കപ്പോൾ അറിയാം ഒരു 1 മിനിറ്റ് അല്ലേ ആയുള്ളൊരു റെസിപ്പി. അല്ലെങ്കിൽ പഴയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയൊക്കെ 10 മിനിറ്റ് ഉള്ളി തൊലിക്കുന്നത് എങ്ങനെയാണ്, അരിയുന്നത് എങ്ങനെയാണ്, ഇതൊന്നും പറയാണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉള്ളി തൊലിക്കുക അരിയാന്നൊന്നും പറഞ്ഞ് കാണിച്ച് ആ സമയം കളയേണ്ട, അവരുടെ വിലപ്പെട്ട സമയം നമ്മൾ എന്തിനാണ് കളയുക. അപ്പോൾ ആ രീതിയിൽ അതിനെ പറഞ്ഞ് സിംപ്ലിഫൈഡ് ആയ കാര്യങ്ങൾ നമ്മളെപ്പോഴും കോംപ്ലിക്കേറ്റ് ആക്കാതിരിക്കുക എന്നുള്ളത് ഞാൻ ഈ ബിസിനസ്സിലൊക്കെ വന്നപ്പം കാര്യങ്ങൾ മനസ്സിലായി. എത്രയോ സിമ്പിളായിട്ട് പോവോ അത്രയും ബെറ്ററാണ്. അതെ അതെ തീർച്ചയായിട്ടും. അത് മാത്രമല്ല ഇപ്പോൾ വേണാട് പാൽക്കൊഞ്ച് അത് ഉണ്ടാക്കുന്ന രീതി പറഞ്ഞിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പാട്ടും കൂടെ ആകുമ്പോഴത്തേക്കും അല്ലേ നമുക്ക് ശരിക്കും ഭക്ഷണം കഴിച്ച ഫീലാണ്. ആദ്യം അത് ഇട്ട സമയത്ത് നമ്മുടെ ഇതിലെ പാട്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. ഏറ്റവും അത് എത്രയോ മില്യൺ വ്യൂസ് ആ കോവിഡ് ടൈമിൽ ഇട്ടപ്പം നമ്മുടെ തൂവാനത്തുമ്പികളോ ഏതോ ഒരു സിനിമയിലെ BGM-ആണ് ഇട്ടത്. അപ്പോൾ അപ്പോൾ ആ ഒരു BGM ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പം അത് ആൾക്ക് ഭയങ്കര നൊസ്റ്റാൾജിക്ക് മനസ്സിൽ മറ്റേ ലാലേട്ടൻ, സുമലത, ജോൺസൺ മാഷ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഇതും ചെമ്മീനും 1 മിനിറ്റ് കൊണ്ട് കുക്കായി കിട്ടുകയാണ്. അവരെ കഴിക്കാൻ കൊതിയാവും. ഇപ്പോ കട്ടൻ കാപ്പി, മഴ, ജോൺസൺ മാഷ് അങ്ങനെ നമ്മൾ പറയും അതുപോലെയാണ് അല്ലേ. തൂവാനത്തുമ്പികൾ BGM-ഉം അല്ലേ, ലാലേട്ടൻ, ക്ലാര, ഒപ്പം പാൽക്കൊഞ്ച് അങ്ങനെയൊക്കെ.